തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ബി.ജെ.പി. തിരുവനന്തപുരവും തൃശ്ശൂരും പിടിച്ചെടുക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ചിന്തയും ബി.ജെ.പിക്കില്ല. തൃശ്ശൂർ മേയർ എം.കെ. വർഗീസിനെ തന്നെ ബി.ജെ.പി. അടർത്തി മാറ്റിക്കഴിഞ്ഞു. തൃശ്ശൂരിലെ CPM പിന്തുണയ്ക്കുന്ന മേയർ എം.കെ. വർഗീസ് ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത ശ്രദ്ധേയമാണ്. തൃശ്ശൂരിൽ ശക്തമായ ഒരു അട്ടിമറി ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്തും അങ്ങനെ ഒരു കുതിച്ചുകയറ്റം ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ വലിയ ബുദ്ധിമാനാണ് എന്നാണ് ജനങ്ങൾ കരുതിയത്. പക്ഷേ മണ്ട ശിരോമണിയാണ് അദ്ദേഹമെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് അടിയായി മാറിയത് കൗൺസിലർ തിരുമല അനിലിൻ്റെ ആത്മഹത്യയാണ്. തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് ബി.ജെ.പി. നേതാക്കൾ ചതിച്ചതുകൊണ്ടാണ്. ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് വലിയൊരു ചതി തിരുമല അനിലിന് നേരിടേണ്ടി വന്നു. ആ സഹകരണ സംഘത്തിലെ എല്ലാമായിരുന്നു തിരുമല അനിൽ. പക്ഷേ അപകടത്തിൽപ്പെട്ടപ്പോൾ ബി.ജെ.പി. നേതാക്കൾ കൈകഴുകി. തുടർന്ന് ബി.ജെ.പി. പ്രതിരോധത്തിലായി. CPM സൈബർ വൃത്തങ്ങൾ തിരുമല അനിലിൻ്റെ ആത്മഹത്യ വലിയ വാർത്തയാക്കിയില്ലെങ്കിലും ബി.ജെ.പി. തന്നെ അത് വാർത്തയാക്കി. അത് വാർത്തയാക്കിയത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. തിരുമല അനിലിൻ്റെ ആത്മഹത്യയെപ്പറ്റി ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ചപ്പോൾ, നീ ആരാണ്, നിന്റെ ചാനൽ ഏതാണ്, നിനക്ക് വിവരമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ പൊട്ടിത്തെറിച്ചു. ഒരു ആ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പിറകിൽ നിന്ന് എസ് സുരേഷും മറ്റും പൊട്ടിച്ചിരിച്ചു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പൊട്ടിച്ചിരിയും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പൊട്ടിത്തെറിയും എസ് സുരേഷിൻ്റെ പൊട്ടിച്ചിരിയും ഒക്കെ മാധ്യമങ്ങളിൽ കണ്ടു. ഇതാണ് ഒരു സഹപ്രവർത്തകൻ്റെ മരണം നടക്കുമ്പോൾ ചെയ്യേണ്ടത്. പൊട്ടിത്തെറിക്കുക, പൊട്ടിച്ചിരിക്കുക. ഒരു ഭാഗത്ത് പൊട്ടിത്തെറി, മറ്റൊരു ഭാഗത്ത് പൊട്ടിച്ചിരി. എന്തായാലും തിരുമല അനിലിൻ്റെ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ദൗർബല്യമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ബി.ജെ.പി. നേതാക്കൾ ശ്രമിക്കുന്നു. തിരുമല അനിൽ ജന്മം കൊണ്ടേ RSSകാരനായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ശാഖയിൽ പോയി വന്ന തിരുമല അനിൽ, അദ്ദേഹം പിന്നീട് കൗൺസിലറായി. അദ്ദേഹം കൗൺസിലർ എന്ന നിലയിൽ ശക്തമായ ഒരു പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചു. പക്ഷേ അദ്ദേഹത്തിന് ചതി പറ്റിയത് CPMകാരിൽ നിന്നല്ല, ബി.ജെ.പി. നേതാക്കളിൽ നിന്ന് തന്നെയാണ്. സഹകരണ സംഘത്തിൽ നിന്ന് ലോൺ എടുത്ത ബി.ജെ.പി. നേതാക്കൾ പലിശ അടയ്ക്കാതെ മുങ്ങിയപ്പോൾ, പലിശയും കടം വാങ്ങിയ തുകയും ഒന്നും അടയ്ക്കാതെ മുങ്ങിയപ്പോൾ കേസ് മുഴുവൻ തിരുമല അനിലിൻ്റെ പേരിലായി. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് തന്നെ ശ്രദ്ധേയമാണ്. ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് അതിൽ ബി.ജെ.പി. നേതാക്കളെ കുറ്റപ്പെടുത്തി തനിക്ക് മരണാനന്തര ചടങ്ങിനുള്ള പണം വരെ കരുതി വെച്ചിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് മുമ്പിൽ പൊട്ടിക്കരയുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പൊട്ടിത്തെറി കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വലങ്കൈയായ ഇപ്പോഴത്തെ എസ് സുരേഷ് ചെയ്തത്. ഇതൊന്നും തിരുവനന്തപുരത്തെ ജനങ്ങൾ മറക്കില്ല. തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് നല്ല കുതിച്ചുകയറ്റം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബി.ജെ.പി. ആകെ അങ്കലാപ്പിലാണ്. രാജീവ് ചന്ദ്രശേഖർ പൊട്ടിച്ചിരിക്കുന്നതിൻ്റെയും പിറകിൽ നിന്ന് എസ് സുരേഷ് പൊട്ടിച്ചിരിക്കുന്നതിൻ്റെയും വീഡിയോ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നു. അത്തരം വീഡിയോകൾ പ്രചരിക്കുമ്പോൾ അത് ബി.ജെ.പിയുടെ ഇമേജിന് വലിയ ഇടിവ് തന്നെ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ നേടിയ സീറ്റ് പോലും ബി.ജെ.പിക്ക് കിട്ടുമോ എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ സംശയമാണ്. രാഷ്ട്രീയ കാറ്റ് മാറി വരുമ്പോൾ എന്തും സംഭവിക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി.ജെ.പിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ബി.ജെ.പി. പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് കാണിക്കുന്ന അസഹിഷ്ണുത അദ്ദേഹത്തിന് തന്നെ വിനയായി മാറിയിരിക്കുന്നു. അതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഭൂമി കുംഭകോണ പരാതിയും വന്നിരിക്കുന്നു. ബി.ജെ.പി. നേതൃത്വത്തെ വെട്ടിലാക്കുന്ന പരാതിയാണ്. ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM ആയുധമാക്കി മാറ്റും തിരുവനന്തപുരത്ത്. അതിനുള്ള സൈബർ വിങ്ങും അതിനുള്ള കേഡർ സ്വഭാവവും അവർക്കുണ്ട്. എന്തായാലും ബി.ജെ.പിക്ക് ഒരുപാട് സ്വപ്നം നൽകിയിരുന്ന, ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്ന
നടത്തിയിരുന്ന ജില്ലയായിരുന്നു തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് അവർ വലിയൊരു കുതിച്ചുകയറ്റം അല്ല പ്രതീക്ഷിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായിരുന്നു അവർ തയ്യാറെടുത്ത് നിന്നത്. പക്ഷേ അവർക്കത് തിരിച്ചടിയായി മാറി. പിടിച്ചെടുക്കാൻ തയ്യാറെടുത്ത് നിന്ന BJPക്ക് അവസാന ലാപ്പിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. തിരുമല അനിലിൻ്റെ ആത്മഹത്യ വിവാദമാക്കിയിരിക്കുന്നു CPM. അത് CPM നന്നായി വിനിയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന്, രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ പരാജയമാണ്. അയാൾ പക്ക കോപ്പറേറ്റീവാണ്, അയാൾ പക്ക ബിസിനസ്സുകാരനാണ്. അയാൾക്ക് മനുഷ്യമൂല്യങ്ങൾ അറിയില്ല. അയാൾക്ക് മുന്നിൽ കാണുന്ന ജേർണലിസ്റ്റുകളെല്ലാം അയാളുടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ തൊഴിലാളികളായി തോന്നും. അത് അയാളുടെ പരിമിതിയാണ്. എന്തായാലും അയാളെ കൊണ്ട് ഇപ്പോൾ കേരളം പൊറുതിമുട്ടിയിരിക്കുന്നു. ഭൂമി കുംഭകോണം അടക്കമുള്ള വിവാദങ്ങൾ അയാളെ ചുറ്റിപ്പറ്റി ഉയർന്നിരിക്കുന്നു. എങ്ങനെ അയാൾ ഇത്തരം വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ രക്ഷപ്പെടാൻ പാടുപെടുന്നു. അതിനിടയിൽ തിരുവനന്തപുരത്തെ BJP രക്ഷപ്പെടുന്നതെങ്ങനെ? ഈ ചോദ്യം പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു. പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, അന്നും എപ്പോഴും അപ്പോഴും ഇപ്പോഴും.